അളവറ്റ സന്തോഷത്തോടും ആദരവോടും കൂടിയായിരുന്നു സങ്കീർത്തിയിലെ ഓരോ കാര്യങ്ങളും അവൾ ചെയ്തിരുന്നത്. അൾത്താര മനോഹരമായി അലങ്കരിക്കുന്നതിലും വസ്തുക്കൾ വിശുദ്ധിയോടും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നതിലും അവൾ വളരെ ശ്രദ്ധിച്ചിരുന്നു. ദീർഘകാലം സങ്കീർത്തിയിലെ ജോലികൾ ചെയ്ത് കൊച്ചുരേസ്യ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ പ്രത്യേകം ദിവ്യബലിക്ക് ഒരുക്കുന്നതിൽ അവൾ വളരെയധികം സംതൃപ്തിയും ആനന്ദവും കണ്ടെത്തിയിരുന്നു. ചേച്ചി സെലിൻ്റെ സ്മരണയിൽ കൊച്ചുരേസ്യ എപ്രകാരമാണ് വിശുദ്ധ ബലിക്ക് ഒരുക്കിക്കൊണ്ടിരുന്നതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. സെലിൻ എഴുതുന്നു, ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുവാനുള്ള ഓസ്തികൾ കുസ്തോതിയിൽ വയ്ക്കുന്നതിന് മുമ്പ് വിശുദ്ധിയുടെ വിശുദ്ധി ശയിക്കേണ്ട ആ സ്വർണ്ണ പാത്രത്തിൻ്റെ അടിത്തട്ടിൽ അവളുടെ തന്നെ പ്രതിച്ഛായ ദർശിക്കുവാൻ അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. ജോലി സമയത്ത് ഒരിക്കലും അനാവശ്യമായി വർത്തമാനം പറഞ്ഞിരുന്നില്ല. തൻ്റെ സഹോദരിമാരോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഉല്ലാസ സമയത്ത് മാത്രമായിരുന്നു. ഇങ്ങനെയുള്ള അവസരത്തിൽ മറ്റുള്ളവരുടെ പരിഭവങ്ങളും അസൂയ പോലും കണക്കിലെടുക്കാതെ വേദനിക്കുന്ന സഹോദരിമാരെ കണ്ടെത്തി അവരുടെ കൂടെയായിരിക്കുവാൻ അവൾ ശ്രമിച്ചു. ഒരേ കുടുംബത്തിലെ 4 പേരും ഒരേ മഠത്തിലെ അംഗങ്ങളായിരുന്നതിനാൽ പലപ്പോഴും അവൾക്ക് മറ്റുള്ളവരിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് അവർ ത്യാഗമനസ്സോടെ ഏറ്റെടുത്തിരുന്നു. ഞങ്ങൾ 4 പേരും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ആയിരുന്നതിനാൽ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നു. ഇനി അവൾ കൂടെ എന്നവൾ സൂചിപ്പിക്കുമായിരുന്നു. ദീനമൊഴിയിൽ വെച്ച് തൻ്റെ ചുറ്റും നിന്നിരുന്ന സഹോദരിമാരോടായി അവൾ പറഞ്ഞു, എൻ്റെ മരണശേഷം നിങ്ങൾ കുടുംബബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കരുത്. എൻ്റെ സഹോദരങ്ങളുടെ കൂടെ ആയിരിക്കുവാനല്ല കർമ്മലമഠത്തിൽ വന്നത്. അവരുടെ സാന്നിധ്യം എനിക്ക് സന്തോഷം നൽകിയിരുന്നെങ്കിലും മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൾക്ക് തൻ്റെ ദൈവവിളിയെപ്പറ്റി ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.